2022 ഏപ്രിൽ 15 അന്നൊരു വിഷു ദിവസമായിരുന്നു. സാധാരണ പോലെ മലയാളികൾ കണി കണ്ടുണർന്നു. ഉച്ചയ്ക്കുള്ള സദ്യവട്ടമൊരുക്കി. അങ്ങനെ സമൃദ്ധിയുടെ ഉത്സവം ആഘോഷിക്കുന്ന സമയം പെട്ടെന്നാണ് അത് നടന്നത്. എലപ്പുള്ളിയിൽ ഒരാൾക്ക് വെട്ടേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ആദ്യം അത്ര മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ. പിന്നീടാണ് കാര്യങ്ങൾ ഒന്നൊന്നായി അറിഞ്ഞത്. മരിച്ച സുബൈർ PFI പ്രവർത്തകനാണ്. RSSകാരനായ സഞ്ജിത്ത് വധക്കേസിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊലപാതകത്തിൽ പങ്കെടുത്തവർ ഭൂരിപക്ഷം പേരും RSS പ്രവർത്തകരാണ്. അച്ഛനും ഈ സുബൈറും കൂടിയിട്ടാണ് ബൈക്കിൽ പോകുന്നത് വീട്ടിലേക്ക്. അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ. ഈ സംഭവ സ്ഥലത്ത് നിന്ന് 100 മീറ്റർ കഴിഞ്ഞാൽ സുബൈറിന്റെ വീടാണ്. അവിടെ ആ 100 മീറ്റർ മുന്നേ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആ ഇടിയുടാകത്തിൽ വണ്ടി പിന്നോട്ട് പോയി അങ്ങനെ അവൻ തെറിച്ച് വീണവിടെ വെച്ച് അവർ ആക്രമിക്കുകയാണ് ചെയ്തത്. പാലക്കാട്ടെ സുബൈർ കൊലപാതക കേസിൽ അന്വേഷണം SDPI പ്രവർത്തകൻ സക്കീർ ഹുസൈനെ വെട്ടിയ കേസിലെ പ്രതികളിലേക്ക് നീങ്ങുന്നു. അതേസമയം സുബൈർ കേസിലെ പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച തന്റെ കാർ സുഹൃത്തിന്റെ കൈവശമായിരുന്നുവെന്നാണ് ഉടമ കൃപേഷ് പറഞ്ഞത്. അത് ഞാനല്ല യൂസ് ചെയ്തിരുന്നത്, അലിയാർ പറഞ്ഞാണ് കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പന്റെ കീഴിലാണ് അത്. ആ 2 കാറുകളിലാണ് ഈ അക്രമി സംഘം സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്താനായിട്ട് എത്തിയത്. അതിൽ ഒരു കാറ് സഞ്ജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അശാന്തിയുടെ പുക ഉയരുകയായിരുന്നു പാലക്കാട്. ഇനി സുബൈറിന് പകരം ആര്? ചോദ്യം പാലക്കാട്ടെ BJP നേതാക്കളുടെ മനസ്സിൽ പുകഞ്ഞു. ഏത് സമയത്തും ഒരു അക്രമം ഉണ്ടാകാമെന്ന് നേതാക്കൾ മനസ്സിൽ കണ്ടു. തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ ഭയക്കാൻ ഒരു കാരണമുണ്ട്. ഈ കൊലപാതകം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ മറ്റൊരു സംഭവമുണ്ടായി. SDPI പ്രവർത്തകനായ ഷാൻ കൊല്ലപ്പെടുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞില്ല, തിരിച്ചടിയുണ്ടായി. RSS നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസനെ വീടിന് മുന്നിൽ വച്ച് വെട്ടിക്കൊലപ്പെടുത്തി. അതുപോലൊന്ന് പാലക്കാട് നടക്കുമെന്ന് പോലീസും രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും മനസ്സിൽ കണക്കുകൂട്ടി. ആ വിഷു ദിവസത്തിൽ അവധിയായിരുന്നു. അന്ന് ഉച്ചയ്ക്കാണ് ഇത്തരമൊരു വാർത്ത വരുന്നത്. ഒരു കൊലപാതകം പാലക്കാട് നഗരത്തിനോട് അടുത്ത് നടന്നിരിക്കുന്നു എന്നൊരു വിവരം വരുന്നു. ആ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിൻ്റെ പ്രതികാരമായി വേണം സുബൈറിനെ ഇന്നലെ ഉച്ചയ്ക്ക് കൊലപ്പെടുത്തിയെന്ന് വേണം കണക്കാക്കാൻ. ഇങ്ങനെ കണക്ഷൻ വരാൻ 2-3 വർഷമായിട്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ SDPI പോപ്പുലർ ഫ്രണ്ടും RSS BJP സംഘർഷം, ചെറിയ സംഘർഷങ്ങൾ പതിവായി. പിന്നീടാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. കൊല്ലപ്പെട്ടതൊരു PFIയുടെ പ്രാദേശിക നേതാവാണ്. അതിൽ പ്രതികളായവർ മുൻപ് കൊല്ലപ്പെട്ട സഞ്ജിത്തിൻ്റെ RSS നേതാവ് സഞ്ജിത്തിൻ്റെ കൂട്ടാളികളാണ്, RSSകാരനെയാണ് എന്ന വിവരം വന്നു. അപ്പോൾ ഓർത്തു ഇത് വലിയ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നൊരു വാർത്തയാണെന്നുള്ള ബോധ്യം അപ്പം തന്നെ വന്നു. ഉടൻ തന്നെ പാലക്കാട്ടേക്ക് ഞാൻ എൻ്റെ മുതലമടയിലെ വീട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് പുറപ്പെടുന്നു. ആ സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നത്, കാരണം ഈ കൊലപാതകത്തിന് അപ്പുറത്തേക്ക് വീണ്ടും കൊലപാതക പരമ്പരകൾ നടക്കാനുള്ള ഇടയുണ്ട് എന്നൊരു വിവരം കൂടെ നമുക്ക് ഓർമ്മ വരികയാണ്. കാരണം ഒരു മാസം മുൻപാണ് ആലപ്പുഴയിൽ ഒരു PFI പ്രവർത്തകനെ SDPIക്കാരനെ കൊലപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം ഒരു RSS നേതാവിനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഒരു പ്രതികാര നടപടി കൂടെ ഈ വാർത്തയിലും ഈ സംഭവത്തിലും ഉണ്ടാകാം എന്നൊരു ബോധം കൂടെ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവുകയാണ്. ഞാൻ ആ എലപ്പുള്ളിക്കടുത്തുള്ള ആ സ്പോട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ അച്ഛനോടൊപ്പം വന്ന സുബൈറിനെ അവിടെ വെച്ചാണ് കാർ ഇടിച്ച് വെട്ടി കൊല്ലുന്നത്. അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ പോവുകയാണ്. ഈ കാർ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഞ്ചിക്കോട് വരെ നമ്മൾ സഞ്ചരിച്ച് പോകുന്നു. അവിടെ വെച്ച് കാർ ഉപേക്ഷിച്ചത് കണ്ടെത്തുന്നു. പിന്നീട് സുബൈറിൻ്റെ സംസ്കാര നടപടികളിലേക്ക്, പോസ്റ്റ്മോർട്ടം നടപടിയിൽ പോകുന്നു. അവിടെ വെച്ചാണ് അച്ഛനെ, ഈ സുബൈറിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ പ്രതികരണം എടുക്കുകയും എല്ലാം ചെയ്യുന്നു. സുബൈറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരത്തിന് പോകുന്ന സമയത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് RSS നേതാവ് ഒരാളെ കൂടെ ഈ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം വരുന്നത്. ഭയന്നത് തന്നെ നടന്നു. സുബൈറിൻ്റെ ഖബറടക്കം കഴിയുന്നതിന് മുൻപ് തന്നെ പാലക്കാട് വീണ്ടും ചോര വീണു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:10 സുബൈറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്
അയലപ്പുള്ളിയിലേക്ക് ഖബറടക്കത്തിനായി വിലാപയാത്രയായി കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പാണ് ഇപ്പോൾ മേലാമുറി പാലക്കാട് നഗരസഭയിൽ തന്നെയുള്ള സ്ഥലത്ത് ഒരു വെട്ട് നടന്ന് അയാൾ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു. അത് RSSൻ്റെ ഒരു മുൻ പ്രചാരകൻ, പാലക്കാട് ജില്ലയിലും RSSൻ്റെ മുൻ ശാരീരിക ശിക്ഷൺ പ്രമുഖായിരുന്നു ശ്രീനിവാസൻ, 45 വയസ്സ്. RSSൻ്റെ പാലക്കാട് നഗരത്തിലെ ശക്തി കേന്ദ്രമായ മേലാമുറിക്ക് അടുത്ത വെച്ചാണ് ഇത്തരമൊരു കൊലപാതക ശ്രമം നടന്നു, ഒരു വെട്ട് നടന്നു എന്നാണ് ആദ്യ വിവരം കിട്ടുന്നത്. ഉടൻ തന്നെ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. മേലാമുറിക്ക് അടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ വിൽക്കുന്ന ഒരു കേന്ദ്രത്തിലാണ് ശ്രീനിവാസൻ എന്ന പഴയ RSSൻ്റെ പ്രചാരകനെ വെട്ടേറ്റു എന്ന വിവരമാണ് വരുന്നത്. അവിടെ ചോരപ്പാടുകളും എല്ലാം ഉണ്ടായിരുന്നു. അടുത്തുള്ളവർക്കെല്ലാം തന്നെ ഇത് എന്താണ് നടന്നതെന്നുള്ള വിവരം പോലും ആ സമയത്ത് ഇല്ലായിരുന്നു. കാരണം 2 മിനിറ്റിനുള്ളിൽ ഈ സംഭവം മുഴുവൻ കഴിഞ്ഞു എന്നാണ് വിവരം. ഇക്കുറി കൊല്ലപ്പെട്ടത് RSSകാരനായ ശ്രീനിവാസൻ. സംഭവത്തിന് ശേഷം തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ തിരഞ്ഞ് PFI പ്രവർത്തകർ അലഞ്ഞു. ആരെയും കയ്യിൽ കിട്ടിയില്ല. പലരും വീട്ടിൽ നിന്നും മാറി നിന്നിരുന്നു. ഒരുമിച്ച് പാർട്ടി ഓഫീസുകളിൽ അഭയം തേടി. പിന്നീടാണ് വാഹന കച്ചവടക്കാരൻ കൂടിയായ ശ്രീനിവാസൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കടയിലെത്തിയപ്പോൾ അത് പൂട്ടിയ നിലയിൽ. ശ്രീനിവാസനെ വിളിച്ചു വരുത്തി. വീട്ടിൽ നിന്നിറങ്ങിയ ശ്രീനിവാസൻ അറിയില്ലായിരുന്നു താനൊരു ചൂണ്ടയിലാണ് കൊത്തുന്നതെന്ന്. കടയിലെത്തിയതും ശ്രീനിവാസന്റെ കാലിൽ അക്രമികൾ ആഞ്ഞുവെട്ടി. പിന്നീട് കഴുത്തിലും മുതുകിലുമായി തുരുതുരാ വെട്ടുകൾ. 2 മിനിറ്റ് കൊണ്ട് കൊലപാതകം നടത്തി അക്രമികൾ മടങ്ങി. ഏതാണ്ട് കഷ്ടിച്ച് 24 മണിക്കൂറിൻ്റെ ഇടവേളയിലാണ് 2 കൊലപാതകങ്ങൾ നടന്നത്. പിന്നീട് വാർത്തകളുടെ ഒരേ പരമ്പരയായിരുന്നു ഈ കൊലപാതകം നടത്തിയവരും ആ CCTV വരുന്നു. ഇതൊരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയ ഒരു കൊലപാതകം ആയിരുന്നു ശ്രീനിവാസൻ്റേത്. കാരണം അവർ കുറേ പേരെ തയ്യാറാക്കി PFIക്കാർ ലിസ്റ്റ് ഇടുന്നു. പക്ഷേ ആ ലിസ്റ്റിലുള്ള ആരെയും കിട്ടില്ല. അവർ കൊല്ലങ്കോട് വരെ 20 കിലോമീറ്റർ യാത്ര ചെയ്ത് വരെ ആളെ തപ്പിപ്പോയിട്ടുണ്ട്. പക്ഷേ അവരെ കിട്ടാത്തതുകൊണ്ട് ശ്രീനിവാസനെ വിളിച്ചു വരുത്തുകയായിരുന്നു വീട്ടിൽ നിന്നും. ബൈക്ക് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസൻ ഈ വിഷു ദിവസത്തിൽ അതിൻ്റെ അടുത്ത ദിവസം അവധി ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവിടേക്ക് വരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഈ ശ്രീനിവാസനെ വെട്ടിക്കൊല്ലുന്നത്. പേർ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായി. 9 പേർ സുബൈർ വധക്കേസുമായി ബന്ധപ്പെട്ടു. ഈ 2 വധക്കേസുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ശ്രീനിവാസൻ വധക്കേസിന് അല്പം പ്രത്യേകതയുണ്ട്. പിന്നീട് PFIയുടെ നിരോധനത്തിന് തന്നെ കാരണമായ കേസുകളിൽ ഒന്നാണ് ശ്രീനിവാസൻ വധക്കേസ്. അന്ന് കോടതി കേരളത്തിൽ നിന്ന് പരിഗണിച്ച ഏക കേസും ശ്രീനിവാസൻ വധക്കേസായിരുന്നു. കാരണം ഒരാളെ 24 മണിക്കൂറിനുള്ളിൽ ആസൂത്രിതമായി കൊല്ലുക, അതും രാഷ്ട്രീയ കൊലപാതകം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പട്ടിക തയ്യാറാക്കി അതിൽ ആദ്യ പട്ടികയിൽ വരുന്നവരെ കിട്ടാതെ വരുമ്പോൾ അവസാനത്തെ ആളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുക, അങ്ങനെയുള്ളൊരു ക്രൂരതയാണ് അന്ന് നടന്നത്.